അല്ലോ മനാഫുവ, ഒരു കാര്യം പറയട്ടെ. പന്തീരായിരം കൊല്ലം നേരാക്കാൻ ശ്രമിച്ചാലും നേരാവാത്തൊരു സാധനമുണ്ട്, നായന്റെ വാല്. അതേ കോലത്തിലുള്ള മറ്റൊന്നു കൂടിയുണ്ട്, നിന്റെ സ്വഭാവം. ഇപ്പോഴും വള്ളി ടൗസറിട്ട് മൂക്കൽപ്പിച്ച് നടക്കുന്ന ചെറിയ ചെക്കനല്ല, നല്ല തണ്ടും തടിയുള്ള പോത്തോളം പോന്ന ഒരുത്തനാ. കുടുംബം നോക്കാൻ പ്രാപ്തിയുള്ളവനാ, ഒരു പെണ്ണ് കെട്ടിയവനാ. കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കി നടത്താൻ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ മിടുക്ക് കാണിക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട് കുടുംബജീവിതത്തിൽ. അത് സ്വന്തം ഭാര്യയെ നന്നായി നോക്കുക എന്നുള്ളതാ. അക്കാര്യത്തില് ഈ ഒരു പരാജയം തന്നെ. സ്വന്തം ഉമ്മാന്റെയും കൂടപ്പറപ്പുകളുടെയും സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളതും തിരിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളതും നമ്മുടെയൊക്കെ കടമ തന്നെയാണ്. പക്ഷേ അത് കെട്ടിയ പെണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ടാവരുത്. അതിനുള്ള വഴിയൊക്കെ ഓളെന്നെ വരുത്തി വെക്കണതല്ലേ. എന്നെ സംബന്ധിച്ച് എന്റെ അവസാന വാക്കിന്റെ ഉമ്മ തന്നെ. എന്റെ ഉമ്മാക്ക് വേദനിച്ചാലും എന്റെ പെങ്ങക്ക് വേദനിച്ചാലും എനിക്കും വേദനിക്കും. അതിന് കാരണക്കാരാരായാലും ഞാൻ ചോദിക്കുകയും ചെയ്യും. വേദനയിൽ ഷെയർ കൂടുക പറയണതൊക്കെ നല്ല മക്കൾക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ വേദന അഭിനയിക്കുന്നവർക്ക് വേണ്ടി നീ എന്തിനാ വെറുതെ വേദന അനുഭവിക്കുന്നത്? നിങ്ങൾ തമ്മിലുള്ള ഇമാതിരി വേദന പങ്കിടലും സ്നേഹപ്രകടനവും കൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സ് വേദനിക്കുന്ന ഒരു പാവം പെണ്ണ് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അത് നീ മറക്കരുത്. ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയില്ല. അത് നീ ആദ്യം പഠിക്കണം. ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാൻ അതനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ. സ്വർഗത്തിനു മേലെ ഉയർന്നു നിൽക്കാൻ മാത്രം മഹത്വമുള്ള ഉമ്മമാരെ പറ്റിയാണ് നീ അത് പറഞ്ഞതെങ്കിൽ ഞാനത് സമ്മതിച്ചു തരുമായിരുന്നു. ഞാൻ എന്തായാലും നിന്റെ വിശ്വാസം തെറ്റിക്കുന്നില്ല. അല്ല, ഇടയ്ക്ക് നീ നമ്മളെ പെങ്ങളെ വാക്ക് കേട്ടും യുദ്ധം ചെയ്യാറുണ്ടല്ലോ. അവളുടെ കാലിന്റെ അടിയിൽ എന്ത് പിണ്ണാക്കാടുള്ളത്? പ്രാഗെന്ന് വിചാരിക്കരുത്. ഈ ഒന്നും നന്നാവാനുള്ളതല്ല. ഒക്കെ അനുഭവിക്കുമ്പോ താനെ പഠിച്ചോളൂ. ഉമ്മാന്റെ കിണറ്റിൽ ചാടൽ ഒരു നാടകമാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഒരിക്കൽ കൂടി ഇത്തരം ഒരു കാര്യത്തിന് എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. പിന്നെ കുരുട്ടും കുന്നായ്മയും കുത്തിവെച്ചിട്ട് ഒളിച്ചിരുന്നോണ്ടൊന്നും കാര്യമല്ല. പടച്ചോന്റെ മുന്നിൽ ഒന്നിനൊരു മറയില്ല. അത് ഓർമ്മ വേണം എല്ലാവർക്കും. എവിടെ വിളിക്കവനെ? ആരെ? മൻസൂറിനെ. ഓൻ പോയി. പോയോ? ആ, എന്താ തിരിച്ചു വിളിക്കണോ? അത് നല്ലതിനല്ല. ആർക്ക്? ഇങ്ങക്കോ? ഓന് ഓനെ പറഞ്ഞ വർത്താനത്തിന് തൊള്ളോണ്ടല്ല മറുപടി പറയണ്ടത്. എന്റെ കൈ അങ്ങനെ തെറിച്ചരിച്ച് വരുന്നുണ്ട്. എന്നാ തരിപ്പ് മാറ്റിക്കോളി. എങ്ങനെ? അതാ ഓൻ വരുന്നതാ. ലെഫ്റ്റ് മനസ്സിലായില്ലേ? വലത്തോട്ട്. അങ്ങനെ തിന്നാനും കുളൂസ് പറയാനും മാത്രം തൊള്ളോർക്കണ രണ്ട് അമ്മമാരും ഒരാളാപ്പിയും.